السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. في بيوت أذن الله أن ترفع ويذكر فيها اسمه يسبح له فيها بالغدو والآصال. رجال لا تلهيهم تجارة ولا بيع عن ذكر الله وإقام الصلاة وإيتاء الزكاة يخافون يوما تتقلب فيه القلوب والأبصار. ليجزيهم الله أحسن ما عملوا ويزيدهم من فضله والله يرزق من يشاء بغير حساب. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി കാത്തുസൂക്ഷിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ തൃപ്തി നേടുന്ന, അവന്റെ സ്വർഗം നേടുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ എല്ലാ സമയങ്ങളിലും കഴിയുന്നത്ര പരിശ്രമിച്ചുകൊണ്ടിരിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഉത്ബോധിപ്പിക്കുകയാണ്, ഉപദേശിക്കുകയാണ്, ഗൗരവപൂർവം വസിയത്ത് നൽകുകയാണ്. അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം തഖ്വയുടെ രംഗത്ത് നൽകപ്പെടുന്ന വലിയ സൗഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, 4 വെള്ളിയാഴ്ചകളിലായി അല്ലാഹുവിന്റെ വിശുദ്ധ ഭവനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള, മസ്ജിദുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പള്ളികളിൽ പാലിക്കേണ്ടുന്ന മര്യാദകളും ആ പള്ളികളുടെ മഹത്വങ്ങളും അവിടേക്ക് നടന്നെടുക്കുന്ന ഓരോ കാൽപാദങ്ങളും അവിടെ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ നിമിഷങ്ങളും അവിടെയുള്ള പ്രത്യേകതകളുമെല്ലാം പല വിധത്തിൽ നിങ്ങൾ ഇതിനകം മനസ്സിലാക്കി കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഭവനങ്ങളെ സംബന്ധിച്ച് പറഞ്ഞ മറ്റൊരു ഭാഗമാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നൂറിലൂടെ പ്രതിപാദിച്ച ആ ഭാഗമാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമിനെ പ്രദാനം ചെയ്യുകയും
ഉപകാരപ്രദമായ നിലക്ക് തന്നെ ജീവിതത്തെ അതുകൊണ്ട് ശുദ്ധീകരിക്കുകയും സംസ്കരിക്കുകയും ചെയ്യുവാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിനെ സംബന്ധിച്ചവൻ സൂറത്തു നൂറിലൂടെ ആകാശഭൂമികളുടെ പ്രകാശമാണവൻ എന്ന് പറയുക മാത്രമല്ല, ആ പ്രകാശത്തിന്റെ മേന്മകൾ ആ ആയത്തിലൂടെ അവൻ സവിസ്തരം പ്രതിപാദിക്കുകയുണ്ടായി. എന്നിട്ട് അതിനെ തുടർന്നുകൊണ്ട് അല്ലാഹു പറയുന്ന വചനമാണ് ഞാൻ നിങ്ങളെ തുടക്കത്തിൽ ഓതിക്കേൾപ്പിച്ചത്. ഫീ ബുയൂത്തിൻ, ചില വീടുകളിലാണ് ആ പ്രകാശമുള്ളത്. അല്ലാഹുവിന്റെ ഏറ്റവും മഹത്തായ പ്രകാശത്തിന്റെ കേന്ദ്രങ്ങളായ അല്ലാഹുവിന്റെ പള്ളികൾ, ആ വ്യക്തമായ ആകാശഭൂമികളെ മുഴുവൻ ചൂഴ്ന്നു നിൽക്കാൻ മാത്രമുള്ള ശോഭയുള്ള ആ പ്രകാശം മാനവ സമൂഹത്തിന് മുഴുവൻ ഇരുട്ടുകളെ, സർവവിധ ഇരുട്ടുകളെയും വകഞ്ഞു മാറ്റിക്കൊണ്ട് പ്രകാശത്തിലൂടെ സഞ്ചരിക്കുവാൻ കരുത്തേകുന്ന ആ പ്രകാശം, അതിന്റെ കേന്ദ്രങ്ങൾ അതെവിടെയാണ്? ഫീ ബുയൂത്തിൻ, ചില വീടുകളിലാണുള്ളത്. ആ വീടുകൾ അതിനല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീഹ ഇസ്മുഹു, അത്തരം വീടുകൾ രാജ്യത്തൊട്ടാകെ പടുത്തുയർത്തപ്പെടണം, ജനകേന്ദ്രങ്ങളിൽ അവ സ്ഥാപിക്കപ്പെടണം, അവയുടെ ഔന്നത്യം നിലനിൽക്കണം, അവിടം പരിശുദ്ധമാകണം എന്നൊക്കെ അല്ലാഹു കൽപ്പന പുറപ്പെടുവിച്ചിട്ടുള്ള വീടുകളാണ്. വയുദ്കറ ഫീഹ ഇസ്മുഹു, ആ വീടുകളിൽ അല്ലാഹുവിന്റെ പേര് ധാരാളമായി പറയപ്പെട്ടുകൊണ്ടിരിക്കുന്ന വീടുകളാണ്. ആ വീടുകളെ സംബന്ധിച്ച് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒട്ടേറെ പ്രാധാന്യങ്ങൾ നിങ്ങൾ ഇതിലകം മനസ്സിലാക്കി കഴിഞ്ഞു. റഹ്മത്തിന്റെ മലക്കുകളുടെ ഏറ്റവും വലിയ സംഗമ സ്ഥലമാണ് നാം 5 നേരം നമസ്കരിക്കുന്ന ജമാഅത്തിന്റെ പള്ളികൾ, നാം ജുമാ നമസ്കരിക്കുന്ന ജമാഅത്ത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഭവനങ്ങൾ. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠകരമായ അവർ മുഴുവനും സമ്മേളിക്കുന്ന സമയങ്ങൾ കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതൊക്കെ അല്ലാഹുവിന്റെ പള്ളികളിൽ വരുന്ന മുസ്ലിമിന്റെ മനസ്സിൽ ഉണ്ടാകണം. അവിടുന്ന് പറഞ്ഞു, യതആഖബൂന ഫീകും മലായികത്തുൻ ബില്ലൈലി വമലായികത്തുൻ ബിന്നഹാർ വയജ്തമിഊന ഫീ സ്വലാത്തിൽ ഫജ്രി വസ്വലാത്തിൽ അസ്രി ثم يعرج الذين باتوا فيكم فيسألهم ربهم وهو أعلم بهم. അത്തരത്തിലുള്ള മലക്കുകളെ സംബന്ധിച്ച് അവർക്ക് രാത്രിയിൽ ഡ്യൂട്ടി ഏൽപ്പിക്കപ്പെട്ട, ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട മലക്കുകളുണ്ട്, പകൽ സമയത്തുള്ള ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കപ്പെട്ട മലക്കുകളുണ്ട്. ആ മലക്കുകൾ നിങ്ങളിൽ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും, എല്ലാ ദിവസവും, എല്ലാ പകലിലും, എല്ലാ രാത്രികളിലും. എന്നിട്ടോ വയജ്തമിഊന ഫീ സ്വലാത്തിൽ ഫജ്രി വസ്വലാത്തിൽ അസ്രി, 2 നേരത്തെ നമസ്കാരങ്ങളിൽ ഈ 2 നേരത്തെ ഡ്യൂട്ടിയുള്ള മലക്കുകളും ഒരുമിച്ചുണ്ടാകും. ഫജ്ർ നിസ്കാരത്തിന്റെ സമയത്തും അസർ നിസ്കാരത്തിന്റെ സമയത്തും രാത്രിയിൽ ഡ്യൂട്ടിയുള്ള മലക്കുകളും പകൽ സമയത്ത് ഡ്യൂട്ടിയുള്ള മലക്കുകളും ഉണ്ടാകുന്ന നേരമാണ്. എന്നിട്ടോ സുമ്മ യഅ്റുജുല്ലദീന ബാതു ഫീകും, നിങ്ങളുടെ കൂടെ അവരുടെ ഡ്യൂട്ടി അവസാനിച്ച് അല്ലാഹുവിന്റെ അടുക്കലേക്ക് അവർ കയറിപ്പോകുമ്പോൾ ഫയസ്അലുഹും റബ്ബുഹും, അവരോട് അവരുടെ രക്ഷിതാവ് ചോദിക്കുന്നതാണ്. അല്ലാഹുവിനെ അറിയാത്തത് കൊണ്ടുള്ള ചോദ്യമല്ല. വഹുവ അഅലമു ബിഹിം, അവരെ കുറിച്ച് റബ്ബിന് നന്നായി അറിയാം. എന്നാലും അതിന്റെ പ്രാധാന്യം നമ്മെ പഠിപ്പിക്കാൻ വേണ്ടി റബ്ബാ മലക്കുകളോട് ചോദിക്കുന്ന ഒരു ചോദ്യോത്തരം അല്ലാഹു നമുക്ക് പറഞ്ഞു തരുന്നു. റസൂലുള്ളാഹി അത് വിശദീകരിക്കുന്നു. എന്താണ് അല്ലാഹു മലക്കുകളോട് ചോദിക്കുക? ഓ മലക്കുകളെ, കൈഫ തറക്തും ഇബാദി, എന്റെ അടിമകളെ നിങ്ങൾ ഏത് നിലക്കാണ് വിട്ടേച്ചു പോന്നത്? നിങ്ങൾ ഭൂമിയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ എന്റെ അടിമകളുടെ സ്ഥിതി എന്താണ് എന്നവരോട് ചോദിക്കുമ്പോൾ ഫയഖൂലൂന, മലക്കുകൾ പറയും, തറക്നാഹും വഹും യുസല്ലൂൻ വഅതൈനാഹും വഹും യുസല്ലൂൻ, അവർ നിസ്കരിക്കുന്ന നേരത്താണ് ഞങ്ങൾ അവരെ വിട്ടേച്ചു പോന്നത് എന്ന് പറഞ്ഞാൽ രാത്രിയിൽ ഡ്യൂട്ടിയുള്ള മലക്കുകളതാ ഫജ്ർ നിസ്കാരത്തിന്റെ സമയത്താണ് അവർ മേലോട്ട് പോകുന്നത്. അതേപോലെ തന്നെ വാതൈനാഹും വഹും യുസല്ലൂൻ,
അവർ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അവരെ സമീപിച്ചത്. അഥവാ രാത്രിയിൽ ഡ്യൂട്ടിയുള്ള മലക്കുകൾ വരുന്നത് അസറിന്റെ നേരത്താണ്, പോകുന്നത് സുബഹിന്റെ ശേഷമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും അല്ലാഹു റബ്ബുൽ ആലമീൻ അറിയുന്ന നാഥനാണെന്നിരിക്കെ നമ്മോട് ഇതിന്റെ പ്രത്യേകത പഠിപ്പിക്കാൻ വേണ്ടി അല്ലാഹു തആല നമ്മെ അറിയിച്ചതാണ്. അതേ പ്രത്യേകമായി നമ്മുടെ ഓരോ കർമ്മങ്ങൾക്കും സാക്ഷി നിൽക്കുന്ന, നമ്മുടെ കർമ്മങ്ങൾ റെക്കോർഡാക്കിക്കൊണ്ടിരിക്കുന്ന, നമ്മുടെ നന്മയ്ക്ക് വേണ്ടി അല്ലാഹുവിനോട് ചോദിച്ചു കൊണ്ടിരിക്കുന്ന, നിസ്കാരത്തെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തും നിസ്കാരം കഴിഞ്ഞിട്ട് ദുആ ദിക്റുകളിലായിക്കൊണ്ട് ഉളൂ മുറിയാത്ത സമയത്തോളം നിസ്കരിച്ച അതേ സ്ഥലത്ത് ഇരിക്കുമ്പോഴൊക്കെയും അല്ലാഹുവിന്റെ മലക്കുകൾ നമുക്ക് വേണ്ടി ഇസ്തിഗ്ഫാറിനെ ചോദിക്കുന്നുണ്ട്. അല്ലാഹുവേ ഈ സഹോദരന് പുറത്തു കൊടുക്കണേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നൊക്കെ പറയപ്പെട്ട മഹാന്മാരായ മലക്കുകൾ. ആ മലക്കുകളുടെ സംഗമ സ്ഥലമാണ്, സംഗമസ്ഥാനമാണ് അല്ലാഹുവിന്റെ പള്ളികൾ. അതുകൊണ്ടാണ് കഴിഞ്ഞ ഖുതുബയിലൊക്കെ നിങ്ങൾ കേട്ടതുപോലെ മലക്കുകൾക്ക് വെറുപ്പുണ്ടാക്കുന്നതാണ്, നിങ്ങൾ മനുഷ്യർക്ക് വെറുപ്പുണ്ടാക്കുന്നത് മലക്കുകൾക്കും വെറുപ്പുണ്ടാക്കും. അതുകൊണ്ട് പുകവലിച്ച ഗന്ധവുമായി വരരുത്, അനുവദിക്കപ്പെട്ട ഉള്ളിയുടെ ഗന്ധം പോലും ഉണ്ടാകരുത്, നാറരുത്, വിയർപ്പിന്റെ ഗന്ധമരുത്, സുഗന്ധം ഉപയോഗിക്കണം എന്നൊക്കെ പറഞ്ഞില്ലേ? അതെ, അവിടെ വരുന്നവരെ കൂടി പരിഗണിക്കണം. നമ്മൾ കാണാത്ത ഒരു ശക്തികൾ നമ്മുടെ കൂടെ ജുമാകൾക്കുണ്ട്, ജമാഅത്ത് നമസ്കാരങ്ങൾക്കുണ്ട്. അത്രത്തോളം ഒരു പ്രകാശത്തിന്റെ കേന്ദ്രമായി, മഹാന്മാരുടെ സംഗമ സ്ഥലമായി മാറുന്ന കേന്ദ്രമാണ് അല്ലാഹുവിന്റെ പള്ളികൾ. ഫീ ബുയൂത്തിൻ, ആ വീടുകളിലാണ് പ്രകാശങ്ങളുള്ളത്, അവിടെയാണ് ഏറ്റവും അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയോ ആ സ്ഥലങ്ങളുടെ, ആ പള്ളികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്ര ബിന്ദുവാണ് ഒരു പള്ളിയുടെ മിമ്പർ. ആ മിമ്പറിൽ നിന്നാണ് ഈമാനിന്റെ പ്രകാശം അവിടെ വരുന്ന ആളുകളുടെ ഹൃദയങ്ങൾ ആവാഹിച്ചെടുക്കേണ്ടത്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് മിമ്പറുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖതബ യഹ്മറത് ഐനാഹു വഅലാ സൗതുഹു വഷ്തദ്ദ ഗളബുഹു ഹത്താ കഅന്നഹു നദീറു ജയ്ഷ്. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബയങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ അവിടുത്തെ ഖുതുബയുടെ രീതി എന്താണ്? അവിടുന്ന് പറയുന്ന ഗൗരവത്തിന്റെ വിഷയത്തിന്റെ ഗൗരവം അവിടുത്തെ ഹാവഭാവങ്ങളിൽ, അവിടുത്തെ ബോഡി ലാംഗ്വേജിൽ അത് പ്രകടമാവുകയാണ്. അതേ യഹ്മറത് ഐനാ, അവിടുത്തെ ഇരു കണ്ണുകളും ചുവന്നു തൊടുക്കുന്നു. വഅലാ സൗതുഹു, ശബ്ദം ഉയർത്തിക്കൊണ്ട് അവിടുന്ന് ആ പ്രഖ്യാപനം നടത്തുകയാണ്. വഷ്തദ്ദ ഗളബുഹു, കോപം ചിലപ്പോൾ അതികഠിനമാകും. അതേ ശബ്ദമുയർത്തി പറയേണ്ടത്, ഗൗരവത്തോടെ പറയേണ്ടത്, വളരെ കോപിച്ചു പറയേണ്ടതുണ്ടെങ്കിൽ, ഗൗരവത്തോടെ പറയേണ്ടതുണ്ടെങ്കിൽ അതേ അവിടുന്ന് ഒരു ശക്തമായി തന്നെ പറയുകയാണ്. അവിടെ ഒരിക്കലും ഒരു മാർദ്ധവത്തിന്റെ പ്രശ്നം അവിടുത്തേക്കില്ല. അത് പറയേണ്ട സ്ഥലത്ത് വെച്ച് പറയേണ്ട രീതിയിൽ തന്നെ പറയലാണ് അവിടുത്തെ ശൈലി എന്നാ പറയുന്നത്. എത്രത്തോളം ഹത്താ കഅന്നഹു നദീറു ജയ്ഷ്, ഒരു സേനാനായകൻ സൈന്യത്തിന് മുന്നറിയിപ്പ് നൽകുമ്പോൾ അതേ സ്വബ്ബഹക്കും വമസ്സാക്കും, അതേ പ്രഭാതത്തിൽ ഇതാ ശത്രു ആക്രമിക്കാൻ വരുന്നു, അതല്ലെങ്കിൽ കാത്തിരുന്നു, പ്രദോഷമാകുമ്പോഴേക്ക് ഇതാ ശത്രു അറ്റാക്ക് ചെയ്യാൻ വരികയാണ്. ജാഗ്രതയോടെ ഇരുന്നോളണം, അശ്രദ്ധരായി പോകരുത്, വളരെ ശ്രദ്ധ വേണം, വളരെ ജാഗ്രത വേണം എന്നിങ്ങനെ ഒരു പട്ടാള നേതാവ് പട്ടാളക്കാരോട് ഏതൊരു ഗൗരവത്തോട് പറയുമോ അതുപോലെ അവിടുത്തെ മിമ്പറിൽ വെച്ച് സ്വഹാബാ കിറാമിനോട് അവിടുന്ന് ദീനിന്റെ കാര്യങ്ങൾ, ഈമാനിന്റെ കാര്യങ്ങൾ, വിശ്വാസത്തിന്റെ കാര്യങ്ങൾ, അനുഷ്ഠാന കാര്യങ്ങൾ, ഇടപാട് കാര്യങ്ങൾ, സ്വഭാവ മേഖലകൾ, ഏതെല്ലാം ജീവിതത്തിന്റെ എല്ലാ മേഖലകളെ കുറിച്ചും ശക്തമായി മുന്നറിയിപ്പ് നൽകുന്ന ഒരു മുന്നറിയിപ്പുകാരനെ പോലെ അവിടുന്ന് ആ ജനങ്ങളോട് മിമ്പറിൽ വെച്ച് കൃത്യമായി തന്നെ തന്റെ ദൗത്യം നിറവേറ്റിയിരുന്നു. അപ്പൊ ഒരു മിമ്പർ എന്ന് പറയുന്നത് ഒരു പള്ളിയുടെ പ്രകാശ കേന്ദ്രമാണ്. അവിടെ നിന്നാണ് ജനങ്ങൾ ഇസ്ലാം എന്താണെന്ന് പഠിക്കേണ്ടത്. അത്തരത്തിലുള്ള ആ ഖുതുബയെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖുതുബയെ പറ്റി വീണ്ടും പറയുന്നു, യഖറഉൽ ഖുർആന, അവിടുന്ന് ഇങ്ങനെ മുന്നറിയിപ്പ് നൽകാൻ എന്താണ് ഉപയോഗപ്പെടുത്താറുള്ളത്? യഖറഉൽ ഖുർആൻ വയുദക്കിറുൻ നാസ്, ഖുർആൻ ഓതിക്കൊണ്ട് ജനങ്ങളോട് മുന്നറിയിപ്പ് നൽകും. ഖുർആൻ ഓതും, ആ ഖുർആൻ വിശദീകരിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് ശക്തമായ നിലക്കുള്ള
ശക്തമായ നിലക്കുള്ള ഉത്ബോധനം അവിടുന്ന് നടത്തും. അതെ, ഇന്ന് രാജ്യത്ത് പല പള്ളികളിലും അതില്ല. നമ്മുടെയൊക്കെ നാടുകളിൽ പലപ്പോഴും ജനങ്ങൾക്കൊട്ടും മനസ്സിലാകാത്ത, അവരെ തീരെ പരിഗണിക്കാത്ത ഭാഷകളിൽ ഖുതുബകൾ നിർവഹിക്കപ്പെടുമ്പോൾ ആളുകൾ വെറും ഖതീബിന്റെ ശബ്ദം മാത്രം കേൾക്കുന്നു എന്നതല്ലാതെ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് അവിടുന്ന് പഠിപ്പിച്ച ഉത്ബോധനത്തിന്റെ കേന്ദ്രങ്ങളായി, ഏറ്റവും വലിയ പ്രകാശത്തിന്റെ കേന്ദ്രങ്ങളായി മാറണം മിമ്പറുകൾ എന്നത് ഇന്ന് കിട്ടാക്കനിയായി മാറുകയാണ് പലയിടങ്ങളിലും. അല്ലാഹുവിന്റെ തൗഫീക്ക് കൊണ്ട് അതേ അറബി ഭാഷ സംസാരിക്കുന്ന ഈ നാട്ടിൽ ഇവിടുത്തെ മതവകുപ്പിന്റെ ഉന്നതോദ്യോഗസ്ഥന്മാർ നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് നാം ഈ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിനോട് നന്ദി പറയണം. അള്ളാഹു ഇവിടുത്തെ ഭരണാധികാരികൾക്ക്, ഇവിടുത്തെ മതവകുപ്പിന്റെ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക്, അതിന്റെ ഉദ്യോഗസ്ഥന്മാർക്ക് മുഴുവനും എല്ലാ രൂപത്തിലുള്ള അനുഗ്രഹങ്ങളും എല്ലാവിധത്തിലുള്ള പ്രത്യേകമായ പാപമോചനവും നൽകി നമ്മയും അവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ ദൗത്യം നിർവഹിക്കപ്പെടേണ്ടുന്നത് കാലഘട്ടത്തിലെ ആവശ്യമാണ്. ഈ രൂപത്തിലുള്ള മസ്ജിദുകൾ, ഈ രൂപത്തിലുള്ള പ്രകാശത്തിന്റെ കേന്ദ്രങ്ങൾ, അവിടെ വരുന്ന ആളുകൾ അവരുടെ യഥാർത്ഥത്തിൽ അള്ളാഹു അവർക്ക് നൽകുന്ന ഓഫർ എന്താണ്? നാളെ മഹ്ശറിൽ അള്ളാഹുവിന്റെ തണലല്ലാതെ ഒരു തണലുമില്ലാത്ത ദിവസം അള്ളാഹു 7 വിഭാഗം മഹാന്മാർക്ക് തണലിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഒരു വിഭാഗത്തെ എണ്ണിയത് റജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ഫിൽ മസാജിദി. അതേ, ചില ആളുകൾ അവരുടെ ഹൃദയം അതാ പള്ളികളിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഹൃദയം പള്ളികളുമായി കണക്റ്റഡ് ആയ ആളുകൾക്ക് നാളെ അർശിന്റെ തണലുണ്ട് എന്നാ പറയുന്നത്. പള്ളിയിലാകുമ്പോ മാത്രമല്ല അവരുടെ ഹൃദയം പള്ളിയുമായി കണക്റ്റഡ് ആയിട്ടുള്ളത്. പള്ളിയിൽ നിന്ന് പുറത്തു പോയാലും നിസ്കാരം കഴിഞ്ഞു പോയാൽ അടുത്ത ജമാഅത്തിന്റെ നേരം എപ്പോഴാ, അതെനിക്ക് നഷ്ടപ്പെടാൻ പാടില്ല. പള്ളിയുടെ ഓരോ കാര്യത്തിലും അവർക്ക് ശ്രദ്ധയുണ്ട്. അതിന്റെ പരിപാലനത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധയുണ്ട്. ബാഹ്യമായ പരിപാലനവുമുണ്ട്, ആന്തരികമായ പരിപാലനവുമുണ്ട്. ബാഹ്യമായ പരിപാലനം എന്ന് പറഞ്ഞാൽ പള്ളി വൃത്തിയാക്കലും അതുപോലെ തന്നെ അവിടെ ആവശ്യമായ രൂപത്തിലുള്ള ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അത് ചെയ്യലുമാണ്. ആന്തരിക പരിപാലനം എന്ന് പറഞ്ഞാൽ അതിന്റെ ചൈതന്യം നിലനിർത്താൻ ആവശ്യമായ നിലക്ക് അവിടെ കൃത്യസമയത്ത് പങ്കെടുക്കലാണ്, ജുമാകൾക്ക് എത്തിച്ചേരലാണ്, ജമാഅത്തിന് എത്തിച്ചേരലാണ്, ഖുർആൻ ഓതലാണ്, ദിക്റുകൾ ചൊല്ലലാണ്, സ്വലാത്തുകൾ ചൊല്ലലാണ്, അല്ലാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കലാണ്, അവനോട് മനസ്സറിഞ്ഞുകൊണ്ട് ദുആ ചെയ്തുകൊണ്ടിരിക്കലാണ്. അതാണ് അല്ലാഹു പറയുന്നത്. ആ നിലക്ക് പടച്ച റബ്ബിന്റെ ഭവനത്തെ പരിപാലിക്കുന്ന ആളുകളെ അല്ലാഹു റബ്ബുൽ ആലമീൻ നാളെ മഹ്ശറിൽ വെച്ച് വിളിക്കും. ഇന്നല്ലാഹ ലയുനാദി യൗമൽ ഖിയാമ ഐന ജീറാനി ഐന ജീറാനി, എന്റെ അയൽക്കാരെവിടെ, എന്റെ അയൽക്കാരെവിടെ എന്ന് റബ്ബ് നാളെ ഖിയാമത്ത് നാളിൽ മഹ്ശറിൽ വെച്ച് വിളിച്ചു ചോദിക്കും. അപ്പോൾ മലക്കുകൾ അത്ഭുതത്തോടെ ചോദിക്കും, റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, വമൻ യൻബഗി അൻ നുജാവിറക, നിനക്കാരാ അങ്ങനെ ഒരു അയൽക്കാരുള്ളത്, ആർക്കാണ് ആ മഹത്വമുള്ളതെന്ന് മലക്കുകൾ ചോദിക്കുമ്പോൾ അല്ലാഹു വീണ്ടും ചോദിക്കും, ഐന ഉമ്മാറുൽ മസാജിദി, പള്ളികളെ സജീവമാക്കി നിലനിർത്താൻ ആവശ്യമായ നിലക്ക് പള്ളികളുമായി ഹൃദയബന്ധം സ്ഥാപിച്ചിട്ടുള്ള എന്റെ അടിമകളെവിടെ, പള്ളിയുമായി മനസ്സെപ്പോഴും ബന്ധപ്പെടുത്തിയ എന്റെ അടിമകളെവിടെ, അതിന്റെ ബാഹ്യവും ആന്തരികവുമായ പരിപാലനത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിച്ച ഉമ്മാറുൽ മസാജിദുകൾ എന്നറിയപ്പെടുന്ന പരിപാലകരെവിടെ എന്ന് മഹ്ശറിൽ വെച്ച് അല്ലാഹു അവർക്ക് പ്രത്യേകമായ ഒരു സ്ഥാനം നൽകുന്ന നിലക്ക് അവരെ അന്വേഷിക്കും, അവർക്ക് സ്ഥാനം നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ആ നിലക്ക് അവർക്ക് ആ സ്ഥാനം കിട്ടിയത് എന്തുകൊണ്ടാ? അതാണല്ലോ പറയുന്നത്, യുസബ്ബിഹു ലഹു ഫീഹാ ബിൽ ഗുദുവി വൽ ആസാൽ, പ്രഭാതത്തിലും പ്രദോഷത്തിലും അല്ലാഹുവിന് ആ പള്ളികളിൽ വെച്ചവർ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. 2 നേരം മാത്രമല്ല, 5 നേരവും പിന്നെ മറ്റു സമയങ്ങളിലുമൊക്കെ അല്ലാഹുവിന്റെ പള്ളികളിൽ ദിക്റുകൾ നടക്കണം, നിസ്കാരം നടക്കണം, ദുആ നടക്കണം, ഖുർആനോത്ത് നടക്കണം. പക്ഷേ ഈ 2 സമയങ്ങൾ എന്തിനാ പ്രത്യേകം എടുത്തു പറഞ്ഞു? നേരത്തെ കേട്ടില്ലേ, ഒന്ന് ഫജ്റിന്റെ നേരം, മറ്റൊന്ന് അസറിന്റെ നേരം. അതേ, ഖുദൂ എന്ന് പറഞ്ഞാൽ സുബഹി ആയത് മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരേക്കുള്ള സമയമാണ്. ആസ്വാൽ അല്ലെങ്കിൽ അസീൽ എന്ന് പറഞ്ഞാൽ അസർ മുതൽക്ക് സൂര്യൻ അസ്തമിക്കുന്നത് ഇടക്കുള്ള സമയമാണ്. ആ സമയത്ത് പ്രത്യേകം അതിന് പ്രാധാന്യമുണ്ട്, പുണ്യമുണ്ട്. അതേ, പിന്നെ അല്ലാഹു തആല പറയുന്നത് എന്താണ്? ആ പള്ളികളിൽ വരുന്നവരുടെ ഗുണം പറയുകയാണ്.
അള്ളാഹുവിന്റെ പള്ളികളുമായി വളരെ ബന്ധമുള്ള മനുഷ്യന്മാര് അവരുടെ പ്രത്യേകത എന്താണ്? ലാ തുൽഹീഹിം തിജാറ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ് റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹി വഇഖാമിസ് സ്വലാത്തി വഇതാഇസ് സകാത്ത്. അവര് കച്ചവടക്കാരാണ്, അവര് ബിസിനസ്സുകാരാണ്. ഒരു പണിയുമില്ലാത്തത് കൊണ്ട് പള്ളിയിൽ വന്നിരിക്കുന്നവരല്ല. ഒരു പണിയുമില്ലെങ്കിൽ വരേണ്ട കേന്ദ്രവുമല്ല പള്ളികൾ. ഒരു തൊഴിലുമില്ലാതെ നടക്കുന്നവനാണെങ്കിൽ എത്തേണ്ട സ്ഥലമല്ല പള്ളികൾ. ഒരു രൂപത്തിലുള്ള ചിന്തയുമില്ലെങ്കിൽ വന്നിരിക്കേണ്ട സ്ഥലവുമല്ല പള്ളികൾ. മറിച്ച് മനുഷ്യൻ ജീവിക്കേണ്ടവനാണ്, ദുനിയാവിലാണ് ജീവിച്ച് തീർക്കേണ്ടത്. ഇവിടെ ജീവിക്കാൻ ആവശ്യമായ തൊഴിലുകൾ ചെയ്യണം, അതിൽ കച്ചവടമുണ്ടാകും. ജീവിതത്തിൽ വരുമാനമുണ്ടാക്കാൻ ആവശ്യമായ ഏതെല്ലാം ഏർപ്പാടുകളുണ്ടോ ആ ഏർപ്പാടുകളൊക്കെ ചെയ്യുന്ന ആളുകൾ തന്നെയാണ് പള്ളിയിൽ വരുന്നത്. പക്ഷേ അവർക്കൊരു ഗുണമുണ്ട്, ആ ഗുണമാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്. ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ്. അവരുടെ ഒരു തൊഴിലും അവരുടെ ഒരു ബിസിനസ്സും അവരുടെ ഒരു ക്രയവിക്രയങ്ങളും അവരുടെ ഒരു കൊള്ളക്കൊടുക്കകളും അവരുടെ ഒരു സംവിധാനങ്ങളും ഒരു വ്യാപാരങ്ങളും അവരെ ശ്രദ്ധ തിരിക്കൂല. എന്തിൽ നിന്നും അന്തിക്കിരില്ല. അള്ളാനെ ഓർക്കേണ്ട സ്ഥലത്തൊക്കെ ഓർക്കാൻ അവർക്ക് അവരുടെ ബിസിനസ് തടസ്സമല്ല, അവരുടെ കച്ചവടം തടസ്സമല്ല, അവരുടെ തൊഴിൽ തടസ്സമല്ല, അവരുടെ ഒരു വരുമാന മാർഗങ്ങളും അവർക്ക് അള്ളാനെ ഓർക്കുന്നതിന് തടസ്സമല്ല. ഇവിടെയാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്. അള്ളാനെ ഓർക്കുന്നതിന് മനുഷ്യന് തടസ്സമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ എടുത്തു പറഞ്ഞു എന്ന് മാത്രം. എന്താ? കച്ചവട മേഖല. കച്ചവട മേഖലയാവുമ്പോൾ ആൾക്കാർ പറയും, നിങ്ങൾ ഈ ചെയ്യുന്നത് ഹറാമല്ലേ, ഇത് പാടില്ലല്ലോ, ഇത് പാടില്ലല്ലോ, ഇന്ന കാര്യം പാടില്ലല്ലോ എന്ന് പറഞ്ഞാ എന്താ പറയാ? നമ്മൾ ഒരാളോട് പറയാ, നിങ്ങൾ അരുതാത്തത് വിൽക്കരുത്, അരുതാത്തത് നിങ്ങളുടെ കടയിൽ ഷോപ്പിൽ വിൽക്കരുത്, നമുക്ക് പാടില്ലാത്ത വിൽക്കരുത്. ഇതൊക്കെ എല്ലാവരും നടക്കുവോ? കണ്ടോ, കച്ചവടല്ലേ, വിൽപ്പനയല്ലേ, ഇതല്ലാതെ നടക്കുവോ? അപ്പൊ കണ്ടോ, എന്താ അവിടെ? കച്ചവടമായപ്പോ അള്ളാഹിനെ മറക്കുക, വിൽപ്പനയായപ്പോ അള്ളാഹുവിനെ മറക്കുക. പള്ളികളിൽ നിന്ന് പ്രകാശം സ്വീകരിക്കുന്ന ഒരു യഥാർത്ഥ മുസ്ലിം അവന് ആ നിലക്കുള്ള ഒരു ചിന്താഗതി ഉണ്ടാവില്ല എന്നാ പറയുന്നത്. സഹോദരന്മാരെ, പുകയില വസ്തുക്കൾ വിൽപ്പന ഞങ്ങളുടെ ഷോപ്പിൽ ഇല്ല എന്ന് എഴുതി വെക്കാൻ ധൈര്യം കാണിച്ചിട്ടുള്ള ഷോപ്പ് ഉടമകൾ ഉണ്ട്. ഇപ്പൊ അങ്ങനെയൊക്കെ പല ഷോപ്പുകളിലും കാണുന്നുണ്ട്. അൽഹംദുലില്ലാ, ഞങ്ങളുടെ ഷോപ്പിൽ സിഗരറ്റ് വിൽക്കൂല എന്ന് എഴുതി വെക്കാൻ ധൈര്യം കാണിക്കുന്ന ആളുകളുണ്ട്. ചിലയിടങ്ങളിലൊക്കെ അങ്ങനെ തുടക്കം കുറിച്ചിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട മുഴുവൻ സഹോദരങ്ങളോടും ഞാൻ പറയുന്നു, സഹോദരങ്ങളെ, ആ ഒരു പാതയിലേക്ക് ധൈര്യത്തോടെ കാലുവെക്കൂ. അള്ളാഹു നമുക്ക് ബറക്കത്ത് ചൊരിയും, അള്ളാഹു നമുക്ക് ബറക്കത്ത് ചൊരിയും, അള്ളാഹു നമുക്ക് ഐശ്വര്യം ചൊരിയും. അതെ, ഒരാളങ്ങ് കാലെടുത്ത് വെച്ച് നോക്കൂ, ആ മാർഗത്തിൽ വരുന്ന നഷ്ടങ്ങൾ എത്രയാണെങ്കിൽ 10 മടങ്ങ് റബ്ബ് തിരിച്ചു തരും. എന്തുകൊണ്ട്? അള്ളാഹ്ക്ക് വേണ്ടിയാ ഞാൻ ഒഴിവാക്കിയതെങ്കിൽ അള്ളാഹ് തരുന്ന ഓഫർ ഉണ്ട്. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖറജാ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. വിചാരിക്കാത്ത വഴിയിലൂടെ നാം അവൻ അന്നം കൊടുക്കും. ഒരു വിധത്തിൽ 10 ദിർഹം പോയെങ്കിൽ അതിനേക്കാൾ വലിയ രൂപത്തിൽ 50 ദിർഹം അള്ളാഹു തിരിച്ചു തരും. അതിനെന്ത് വേണം? വമൻ യതവക്കൽ അലല്ലാഹ്. അള്ളാഹുവിൽ ആര് തവക്കുലാക്കുന്നുവോ ഫഹുവ ഹസ്ബുഹു, അവൻ അല്ലാഹ് മതി. അതെ, ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ്. അതേ, അരുതാത്തത് വിൽക്കരുതെന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഇന്ന് മനുഷ്യന്മാരതാ പടച്ച റബ്ബിനെ മറക്കുകയാണ്. ബിസിനസ് വളരാൻ വേണ്ടി പരസ്യ രംഗത്തിലേക്ക് എടുത്തു ചാടുന്നു. പരസ്യം അനുവദനീയം തന്നെ, പക്ഷേ പരസ്യത്തിൽ 2 അപകടങ്ങൾ കാണുന്നു. ആ അപകടങ്ങളില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഒന്ന്, ഒരു വസ്തുവിന് ഇല്ലാത്ത ഗുണത്തെ പെരുപ്പിച്ചു പറഞ്ഞിട്ടാണെങ്കിൽ അത് താൻ വിറ്റഴിക്കാൻ ഉദ്ദേശിക്കുന്ന ചരക്കിന്റെ മേൽ കള്ളം പറഞ്ഞുകൊണ്ട് വിൽപ്പന നടത്തലായി പോകും. അത് നമുക്ക് പാടില്ല. രണ്ടാമത്തെ സംഗതി ഉള്ള സംഗതി തന്നെയാണ് പറയുന്നത്. പക്ഷേ പരസ്യത്തിന് ഉപയോഗിക്കുന്നത് അശ്ലീല ചിത്രങ്ങളാണ്, നഗ്നമായ മേനിയാണ്. അതേ, ശരിക്കും വസ്ത്രമെടുത്തിട്ടില്ലാത്ത പെണ്ണാണ്,
ഒരിക്കലും ഒരു മനുഷ്യന്റെ കണ്ണുകൊണ്ട് നോക്കൽ അനുവദിക്കപ്പെടാത്ത, കണ്ണുകൊണ്ടുള്ള വ്യഭിചാരമാണെന്ന് പറഞ്ഞ രൂപത്തിലുള്ള പരസ്യങ്ങളാണ് വരുന്നതെങ്കിൽ, ഓ പ്രിയമുള്ളവരെ, കച്ചവടമല്ലേ ബിസിനസ് അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിനെ ഭയപ്പെടുന്ന മനുഷ്യന്മാര്, ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ്, അങ്ങനെ അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മ എവിടെയൊക്കെ നിലനിർത്തേണ്ടത് ആവശ്യമാണോ അതിനവർക്ക് അവരുടെ കച്ചവടം പ്രശ്നമല്ല, വിൽപ്പന പ്രശ്നമല്ല. അഞ്ചു നേരം കൃത്യമായി പള്ളിയിൽ പോയി ജമാഅത്ത് നിലനിർത്താൻ അവരുടെ ബിസിനസ് അവർക്ക് പ്രശ്നമല്ല, അവരുടെ കച്ചവടം അവർക്ക് പ്രശ്നമല്ല, അവരുടെ തൊഴിലുകൾ അവർക്ക് തടസ്സമല്ല. സകാത്ത് കൃത്യമായി കണക്ക് കൂട്ടി കൊടുത്തു വീട്ടുവാനും അവർക്ക് അവരുടെ കച്ചവടമോ ബിസിനസ്സോ അവരുടെ ക്രയവിക്രയങ്ങളോ തടസ്സമല്ല. അതൊന്നും അവരുടെ ശ്രദ്ധ തിരിക്കൂല. ഇത്തരത്തിലുള്ള ആളുകളാണ് അള്ളാന്റെ പള്ളികളിൽ വരുന്നത്. അതാ അള്ളാഹ് പറയുന്നത്, ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീഹാ ഇസ്മുഹു യുസബ്ബിഹു ലഹു ഫീഹാ ബിൽഗുദുവ്വി വല്ലാസാൽ റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ് വഇഖാമിസ് സ്വലാ വഇതാഇസ് സക്കാ. എന്തിനാ ഇവരിങ്ങനെ കണിശത പുലർത്തുന്നത്? ഇവരെന്താ എല്ലാ രംഗത്തും ഇങ്ങനെ കണിശത പുലർത്തുന്നത്? എന്തേ ഇവർക്കും ആഗ്രഹമില്ലേ ധാരാളം പണം നേടണമെന്ന്? എന്തേ ഇവർക്കും മോഹമില്ലേ ധാരാളമായി സമ്പാദിക്കണമെന്ന്? പിന്നെ എന്താ അവർ ഈ രംഗത്ത് സൂക്ഷ്മത കാണിക്കുന്നത്? അല്ലാഹു പറയുന്നു, യഖാഫൂന യൗമാ, അവരൊരു ദിവസത്തെ പേടിക്കുന്നവരാണ്, അവർ ഒരു ദിവസത്തെ ഭയപ്പെട്ടുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ, അവരുടെ കണ്ണുകളും അതുപോലെ തന്നെ കൽബുമൊക്കെ പെടപെടക്കുന്ന ദിവസം. കണ്ണതാ തുറിച്ചു പോവുകയാണ് മഹ്ശറിലെത്തുമ്പോൾ, നരകം കാണുമ്പോൾ. അതേ കൽബ് പേടിച്ചരണ്ടുകൊണ്ട് അതിന്റെ സ്ഥാനത്ത് നിന്ന് തൊണ്ടക്കുഴിയോളം എത്തി നിൽക്കുകയാണ്. താഴോട്ടുമില്ല മേലോട്ടുമില്ല. വളരെ ഭീകരമായ ദിവസമാണ്, ബീഭത്സമായ ദിവസമാണ്, സഹിക്കാനാവാത്ത തീയാണ് കാണുന്നത്. അതേ അത്തരത്തിലുള്ള ഒരു ദിവസത്തെ ഭയപ്പെടുമ്പോൾ ഷോപ്പിൽ അവർക്ക് ഇരുന്നാൽ ഒരു ഇരിപ്പുറപ്പിക്കുന്നില്ല, ഇരിപ്പുറക്കുന്നില്ല. പടച്ച റബ്ബേ, നിന്റെ വിളിയല്ലേ കേൾക്കുന്നത്, നിന്റെ വിളി കേട്ടിട്ട് ഞാൻ എങ്ങനെ ഇവിടെ ഇരിക്കും? അതേ അവര് ഭയപ്പെടുകയാണ്. യഖാഫൂന യൗമാ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. ആ നിലക്ക് പടച്ച റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട്, അള്ളാഹുവിന്റെ പരലോക ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട്, നരകാഗ്നിയെ ഭയപ്പെട്ടുകൊണ്ട്, പ്രകാശത്തിന്റെ കേന്ദ്രമായ പള്ളികളിലേക്ക് സമയനിഷ്ഠ പാലിച്ചുകൊണ്ട് കൃത്യമായി എത്തിച്ചേരാൻ ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ സംഗമസ്ഥാനങ്ങളാണ് അള്ളാഹുവിന്റെ പള്ളികൾ എന്നാ അള്ളാഹ് പറയുന്നത്. അതെന്തിനാ അള്ളാഹ് പറയുന്നത്? അള്ളാഹിന്റെ പള്ളികളിൽ വരുന്നവർക്ക് ഈ ഗുണം വേണം, അള്ളാന്റെ പള്ളികളിൽ വരുന്നവർക്ക് ഈ ഗുണം വേണം എന്നാ പറയുന്നത്. ഈ പള്ളിയിൽ വന്ന്, പടച്ച റബ്ബിന്റെ പള്ളിയിൽ വന്ന് ഇരുന്ന് ഉപദേശങ്ങൾ ശ്രവിച്ച് ഈമാനികമായ ഊർജം നേടി പുറത്തുപോയി കഴിഞ്ഞാൽ ഈ ഏറ്റവും വലിയ പ്രകാശത്തിന്റെ തെളിമ എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ ജ്വലിച്ച് നിൽക്കണം. ഇതാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ അല്ല പ്രകാശമാണെന്ന് പറഞ്ഞ ആയത്തിന്റെ ഉടനെ തൊട്ടടുത്ത വാചകത്തിൽ പടച്ച റബ്ബിന്റെ ഭവനത്തെ, അതിന്റെ പ്രത്യേകതയെ, അതിൽ വന്നിരിക്കുന്നവരുടെ, അവിടെ പങ്കെടുക്കുന്നവരുടെ മേന്മകളെ, ഗുണങ്ങളെയൊക്കെ വിശദീകരിച്ചതിലൂടെ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്, അല്ലാഹു റബ്ബുൽ ആലമീൻ ആ നിലക്ക് പടച്ച റബ്ബിന്റെ ഭവനങ്ങളിൽ വന്നുകൊണ്ട് പ്രകാശങ്ങൾ ആർജിച്ചെടുക്കുവാനും അത് തങ്ങളുടെ ജീവിതത്തിന് വെളിച്ചമായി തീർന്നുകൊണ്ട് ഉപയോഗപ്രദമാക്കി തീർക്കുവാനും എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകിക്കൊണ്ട് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവേ, സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു. സർവശക്തനായ നാഥൻ നമുക്കേവർക്കും അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഭവനങ്ങളിൽ സമയനിഷ്ഠ പാലിച്ചുകൊണ്ട് കൃത്യമായി എത്തിച്ചേരുകയും അവിടെ നിന്ന് പ്രകാശം തങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ആവാഹിച്ചെടുക്കുകയും അത് തങ്ങളുടെ ജീവിതത്തിന്റെ മുഴുവൻ വെളിച്ചം പകരുന്ന പ്രകാശത്തിന്റെ വഴിത്താരകളിലേക്കുള്ള മാർഗദർശകങ്ങളായി സ്വീകരിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവർക്കതിലൂടെ അള്ളാഹു കൊടുക്കുന്നത് എന്താണ്? ലിയജ്സിയഹുമുല്ലാഹ് അഹ്സന മാ അമിലു.
അവര് പ്രവർത്തിച്ച പ്രവർത്തനങ്ങളുടെ സൽക്കർമ്മങ്ങൾക്ക് അല്ലാഹു അവർക്ക് വലിയ പ്രതിഫലം നൽകുന്നതാണ്. വയസീദഹും മിൻ ഫളിഹി, അല്ലാഹുവിന്റെ ഔദാര്യത്തിൽ നിന്ന് അവൻ വാരിക്കോരി ധാരാളമായി കൊടുക്കും. അവൻ കൊടുക്കുന്നതിന് കണക്കില്ല. അല്ലാഹു യർസുഖു മൻ യശാ, അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കുന്നതാണ്. ബിഗൈരി ഹിസാബ്, ബിഗൈരി ഹിസാബ്, കണക്കല്ലാതെ കൊടുക്കും. പടച്ചറബിന്റെ ഖജനാവ് അത്രമാത്രം വിശാലമാണ്. എണ്ണിക്കൊടുക്കാറുള്ളത്, കണക്കാക്കി കൊടുക്കാറുള്ളത്, തൂക്കിക്കൊടുക്കാറുള്ളത്, അളന്നു കൊടുക്കാറുള്ളത് മനുഷ്യരാണ്. കാരണം അവരുടെ കയ്യിലുള്ളതൊക്കെ തീർന്നു പോകും. മാ ഇൻദകും യൻഫദ്, നിങ്ങളുടെ പക്കലുള്ളതൊക്കെ തീർന്നു പോകും ജനങ്ങളെ. വമാ ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കലുള്ളത് ബാഖിൻ, അതെന്നും ബാക്കി നിൽക്കുന്നതാണ്. പടച്ചറബിന്റെ ഖജനാവ് വിശാലമാണ്. അവൻ എത്രയാണെന്ന് അളവില്ല. ക്ഷമാലുക്കൾക്ക് അല്ലാഹു കൂലി കൊടുക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്, ബിഗൈരി ഹിസാബ്, കണക്കല്ലാതെ അവൻ കൊടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കണക്കല്ലാത്തത്ര നമുക്ക് തരാൻ മാത്രം അവന്റെ ഖജനാവ് വിശാലമാണ്. ആ ഖജനാവ് ഇത്തിരി നമുക്ക് കിട്ടണം. ദുനിയാവിലും വേണം, ആഖിറത്തിലും വേണം. അതിന് അല്ലാഹു ചില ഷർത്തുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. അത് നേടിയെടുക്കേണ്ട കേന്ദ്രങ്ങൾ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള വഴിത്താരകൾ അല്ലാഹു നിർണയിച്ചിട്ടുണ്ട്. ആ മേഖലകളിലൂടെ പ്രിയമുള്ളവരെ മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ട് അല്ലാഹു നമുക്ക് ഒരുക്കി തയ്യാറാക്കി വെച്ചിട്ടുള്ള അവന്റെ ഏറ്റവും വലിയ സ്വർഗമാകുന്ന പ്രതിഫലം, ഏറ്റവും സന്തോഷത്തോടെ അവനെ കാണാൻ സാധിക്കുക എന്ന ഏറ്റവും വലിയ സൗഭാഗ്യം, ആ നിലക്ക് കണക്കല്ലാത്ത നിലക്ക് സൗഭാഗ്യങ്ങൾ വാരിക്കോരി നൽകപ്പെട്ടുകൊണ്ട് അനുഗ്രഹിക്കപ്പെടുന്ന നല്ലവരിൽ റബ്ബുൽ ആലമീൻ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ചെറുതും വലുതുമായ സർവ്വദോഷങ്ങളും അല്ലാഹു പുറത്തു മാപ്പ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ ഏവരെയും നമ്മുടെ കുടുംബങ്ങളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. രോഗികളായി കിടക്കുന്ന ആളുകൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിടം അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മയും അവരെയും അല്ലാഹു അവന്റെ സ്വർഗ്ഗ പൂന്തോപ്പിൽ ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. اللهم ارحم شيوخ الإمارات الذين انتقلوا إلى رحمتك. اللهم وفق ولاة أمورنا لما تحبه وترضاه. اللهم سدد خطى حاكمنا يا ذا الجلال والإكرام. اللهم أدم على دولة الإمارات الأمن والأمان وعلى سائر بلاد المسلمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا. ربنا إنك رؤوف رحيم. توفنا مسلمين وألحقنا بالصالحين والحمد لله.